3 പതിറ്റാണ്ടിനിടയിൽ കേരളത്തിന്റെ കടത്തിന്റെ തോത് കുറഞ്ഞിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ വകയില്ലേ? ഇന്ത്യൻ വർഗീയത നമുക്ക് തടഞ്ഞു വെച്ച പണം കൂടെ കിട്ടുമായിരുന്നാലോ? തിരുവനന്തപുരം കോർപ്പറേഷനിലും കൊല്ലത്തും കോഴിക്കോടും കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ വെച്ചു കൊടുക്കേണ്ട വീടുകളുടെ എണ്ണം കൂട്ടില്ലായിരുന്നോ? 2000 സാമൂഹ്യക്ഷേമ പെൻഷൻ ഇപ്പൊ 3000 ആക്കാൻ കഴിയില്ലായിരുന്നോ? ഈ നിലയിൽ വേണ്ട നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ. ശ്രീ ജേക്സി തോമസ്, യുഎന്റെ അവാർഡല്ല, ജനങ്ങളുടെ അവാർഡാണല്ലോ ഇനി വേണ്ടത്. ജനങ്ങൾ വോട്ട് ചെയ്താലാണ് ഭരണസമിതി, പുതിയ ഭരണസമിതി വിജയിച്ച് നിലവിൽ വരിക. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ജനങ്ങൾക്ക് അനുഭവവേദ്യമായിട്ടുള്ളത് എന്ത് എന്നൊരു പ്രശ്നം. രണ്ടാമത്തെ വിഷയം, ഡബിൾ ആന്റി ഇൻകംബൻസി ഉണ്ട്. ജനങ്ങൾ സംസ്ഥാന ഗവൺമെന്റിനെയും അവരവരുടെ ഭരണസമിതികളെയും, അതിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ആവട്ടെ, കൊല്ലം കോർപ്പറേഷൻ ആവട്ടെ, കൊച്ചി കോർപ്പറേഷൻ ആവട്ടെ, മറ്റു തദ്ദേശ സ്ഥാപനങ്ങളാവട്ടെ, അവിടങ്ങളിൽ നിങ്ങൾ ഭരിക്കുന്നിടത്ത് 2 ഭരണസമിതികളുടെ വിലയിരുത്തൽ കൂടി അവർ നടത്താൻ പോവുകയാണ്. അപ്പോൾ അതും രാഷ്ട്രീയ കാലാവസ്ഥയുടെ പ്രതിഫലനമായിരിക്കുമല്ലോ. അങ്ങനെയുള്ള സാഹചര്യത്തിലും വിജയിച്ചു വരാമെന്നുള്ള ആത്മവിശ്വാസം ഉണ്ടോ? അല്ല, തീർച്ചയായിട്ടും ആത്മവിശ്വാസ സംബന്ധമായി അങ്ങയുടെ ചോദ്യം പ്രസക്തമാണ്. പക്ഷേ നമ്മൾ പ്രേക്ഷകർ സത്യസന്ധമായും ആലോചിക്കില്ലേ, ഈ കാര്യത്തിനകത്ത് നമ്മളുടെ നാട്ടിൽ യൂണിയൻ ഗവൺമെന്റിന്റെ ഓഫീസിൽ രാജ്യ തലസ്ഥാനത്ത് വെച്ച് തിരുവനന്തപുരം കോർപ്പറേഷന്റെ സെക്രട്ടറി, മേയർ ഇത്യാദി ആളുകളെ വിളിച്ചിട്ട് യൂണിയൻ ഗവൺമെന്റിന്റെ, പ്രത്യേകിച്ച് യൂണിയൻ മിനിസ്ട്രി ഫോർ അർബൻ ഡെവലപ്മെന്റ്, ആ മന്ത്രി തന്നെ അവാർഡ് കൈമാറുന്നു. അതിന്റെ തുടർച്ചയിൽ ഷാങ്ഹായ് കോർപ്പറേഷനും UN ഹാബിറ്റാറ്റും ചേർന്നുള്ള അവാർഡ് കൊടുക്കുന്നു. അതിന്റെ തുടർച്ചയിൽ 4 വർഷം കൊണ്ട് 10,047 വീട് വെച്ചുകൊടുത്ത് അതിൽ താക്കോൽ കൈമാറുന്നതിന്റെ അവാർഡ് കരസ്ഥമാക്കുന്നു. ആർദ്രം മിഷന്റെ തുടർച്ചയായിട്ടുള്ള അവാർഡ് ലഭിക്കുന്നു. സ്വരാജ് ട്രോഫി കരസ്ഥമാക്കുന്നു. ഇതിങ്ങനെയൊക്കെ പറയുമ്പോൾ നിഷ്കളങ്കരായിട്ടുള്ള അല്ലെങ്കിൽ അപകടപൂർണമായ രാഷ്ട്രീയ നിരക്ഷരതയുള്ളവർ വേണമെങ്കിൽ തെറ്റിദ്ധരിക്കാം. ഈ BJP പ്രതിനിധിയൊക്കെ പറയുന്നത് ശരിയാകാൻ സാധ്യതയില്ലേ? ഞാൻ പറയുന്നത്, നമ്മൾ ഇത്ര ചെറുതാകാൻ പാടുണ്ടോ? യൂണിയൻ ഗവൺമെന്റിന്റെ മിനിസ്റ്റർ നൽകിയ അവാർഡിനെ സംബന്ധിച്ചുള്ള വാർത്ത മാതൃഭൂമിയുടെ PCR ടീമിന് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ വാർത്തയുടെ ഭാഗമാണ് ദ അവാർഡ്സ് അണ്ടർ ദ യൂണിയൻ മിനിസ്ട്രി ഓഫ് അർബൻ ഡെവലപ്മെന്റ് വെർ പ്രസന്റഡ് ഫോർ എക്സലൻസ് ഇൻ ഗുഡ് ഗവർണൻസ്. ഒന്നാമത്തേത് അതാണ്, എക്സലൻസ് ഇൻ ഗുഡ് ഗവർണൻസ്. നമ്മുടെ ചർച്ചയിൽ വന്നിരിക്കുന്ന BJP നേതാവിന് അർബൻ മന്ത്രിയുടെ അത്ര വലിപ്പമില്ലെങ്കിൽ അയാളെ കിട്ടുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടല്ലോ, ആളോട് പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ നല്ല ഭരണത്തിനുള്ള അവാർഡ് 2024 BJP കേരളത്തിലെ അവാർഡ് തിരുവനന്തപുരത്തിനൊന്നും കൊടുക്കരുത്. ഞങ്ങൾ അഴിമതി എന്ന് പറഞ്ഞ് നുണ പറഞ്ഞ് ഇവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഗുഡ് ഗവേണൻസിന് എക്സലൻസിനുള്ള അവാർഡ് BJP നിയന്ത്രിക്കുന്ന കേന്ദ്രമന്ത്രി തിരുവനന്തപുരം കോർപ്പറേഷന് കൊണ്ട് കൊടുത്താൽ ഞങ്ങൾ എന്ത് ചെയ്യും? അത് ചർച്ചയിൽ വരുമ്പോൾ ആലോചിച്ചിട്ട് കാര്യമില്ല. അത് BJPയുടെ കോർ കമ്മിറ്റിയോ സംസ്ഥാന കമ്മിറ്റിയോ മണ്ഡലം കമ്മിറ്റിയോ ഏതാണ്ട് ഉൾപ്പെടുന്നെന്ന് വെച്ചാൽ അത് ചേരുമ്പോൾ അവിടെ പറയണം. അല്ലാതെ ഇവിടെ വന്ന് ഞങ്ങളുടെ അവാർഡ് ഇങ്ങനെയല്ല, അത് ഞങ്ങൾ അറിഞ്ഞ അവാർഡല്ല, അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? അതിന്റെ തുടർച്ചയിൽ ഈ ഡ്രിങ്കിംഗ് വാട്ടർ ഫെസിലിറ്റേഷനെ സംബന്ധിച്ചും സെപ്റ്റേജ് വേസ്റ്റേജ് മാനേജ്മെന്റിനെ സംബന്ധിച്ചും അവാർഡ് കിട്ടിയെന്ന് പറയുമ്പോൾ കോൺഗ്രസ് നേതാവ് പറയുന്നതാണ്, ഇതൊക്കെ ഇപ്പോൾ ഉള്ള അവാർഡാണോ? ഇതൊക്കെ തിരുവിതാംകൂർ രാജകുടുംബം മുതലേ ഞങ്ങൾക്ക് കിട്ടുന്നതല്ലേ? ഇതാണ് കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണം. ഇതിനോടൊക്കെ ഏത് ഭാഷയിലാണ് മാതൃഭൂമി പോലെയുള്ള അല്പം ഗൗരവമുള്ള സംവാദം നടക്കുമെന്ന് നമ്മളൊക്കെ കരുതുന്ന ഒരു ചർച്ചയിൽ ഇതിനോടൊക്കെ ഏത് ഭാഷയിലാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്? എவ்விധത്തിലാണ്? ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ നടത്തപ്പെട്ട ചടങ്ങിൽ വെച്ചിട്ടാണ് ഓസ്ട്രേലിയയിലെ നഗരസഭയോടൊപ്പം നമ്മുടെ സംസ്ഥാനത്തെ തലസ്ഥാന നഗരികളുടെ കോർപ്പറേഷൻ ഭരണകൂടം ഈ അവാർഡ് കരസ്ഥമാക്കി ഇങ്ങോട്ടേക്ക് വരുന്നത്. അതൊരു CPIM പദ്ധതിയാണോ, അതോ ഒരു കോൺഗ്രസ് BJP പദ്ധതിയാണോ? ലോകമെങ്ങുമുള്ള മലയാളികളുടെ അഭിമാനവും ആവേശവും വാനോളം ഉയരില്ലേ? നമ്മുടെ നാട്ടിലെ ഒരു കോർപ്പറേഷൻ UN ഹാബിറ്റാറ്റിന്റെ അവാർഡ് കരസ്ഥമാക്കി കേരളത്തിലേക്ക് വരുമ്പോൾ അപ്പോഴെന്താണ്? ഇടതുപക്ഷമാണ് ആ കോർപ്പറേഷന്റെ ഭരണം എന്നുള്ളത് കൊണ്ട് ആ UN ഹാബിറ്റാറ്റ് ഒരു മോശം ഹാബിറ്റാറ്റാണ്, ഞങ്ങൾ ആ ഹാബിറ്റാറ്റിനെ അംഗീകരിക്കില്ല. ഇങ്ങനെ ശാഠ്യം പിടിച്ചാൽ നമുക്ക് സംവദിക്കാൻ കഴിയുന്നതാണോ രാഷ്ട്രീയം? പക്ഷേ അങ്ങേപ്പോലൊരു കോൺഗ്രസ് നേതാവ് നിർബന്ധമായും ഇങ്ങനെ ഒരു പച്ചക്കള്ളം കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പറയാനേ പാടില്ലായിരുന്നു. ഞാൻ അതിനെ സംബന്ധിച്ചുമുള്ള ഒരു ശ്രദ്ധേയമായ ഒരു വാർത്ത, ഒരു വിവരം ആങ്കർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ആങ്കർ അത് വായിക്കുമെന്നാണ് ഞാൻ കരുതിയത്. എന്താണ് കോൺഗ്രസ് നേതാവ് കേരളത്തിന്റെ വർത്തമാനകാല ധനസ്ഥിതി? കേരളത്തിന്റെ വർത്തമാനകാല ധനസ്ഥിതിയെ സംബന്ധിച്ച് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ ടാക്സ് ഗിഫ്റ്റ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഇന്ത്യയിലെ സാമ്പത്തിക വിദഗ്ധർ നടത്തിയ ശ്രദ്ധേയമായ ഒരു പഠനത്തിന്റെ വാർത്താ തലവാചകം എന്താണെന്ന് അറിയുമോ? കേരള ഡെറ്റ് ഗ്രോത്ത് റേറ്റ് സ്ലോസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ 30 years. ഞാൻ അതിനെ മലയാളീകരിക്കേണ്ടതില്ല, അങ്ങേക്ക് അത് മനസ്സിലാക്കാൻ എന്നേക്കാൾ നല്ല അറിവും പാണ്ഡിത്യമുള്ള ആളാണല്ലോ. കേരളത്തിന്റെ കടത്തിന്റെ വളർച്ച 3 പതിറ്റാണ്ട് 30 വർഷത്തിനിടയിൽ ആദ്യമായി കുറഞ്ഞിരിക്കുന്നു. അങ്ങ് പറഞ്ഞൊരു കണക്ക് ശരിയാണ്. കേരളത്തിന്റെ കടം കുറഞ്ഞില്ലായിരുന്നുവെങ്കിൽ 6 ലക്ഷം കോടിയിൽ എത്തണമായിരുന്നു. 2025 ഇനിയും സാമ്പത്തിക വർഷം അവസാനിക്കാനേ പോകുന്നുള്ളൂ. ആ പോകുന്ന സമയത്ത് എക്സ്പെക്ടഡ് ഡെപ്ത് GSDP റേഷ്യോ എത്രയാണ്? അത് 4.65 ലക്ഷം കോടി. അങ്ങ് പറഞ്ഞ 6 ലക്ഷം കോടിയായിരുന്നു ആകേണ്ടിയിരുന്നത്. പക്ഷെ ഉദ്ദേശം ഒരു 1.5 ലക്ഷം കോടി കടത്തിന്റെ വളർച്ച കേരളം കുറച്ചു.
കടം കുറച്ച ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് കേരളം. അങ്ങേപ്പോലെ ഒരു കോൺഗ്രസ് നേതാവ് മറ്റു സാധാരണ ചർച്ചക്കാരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പരിച്ഛേദമുണ്ട് എന്ന് പലരാലും കരുതപ്പെടുന്ന അങ്ങേപ്പോലെ ഒരാള് ഇങ്ങനെ ഒരു പച്ചക്കള്ളം, വസ്തുതയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കണക്ക് ഇതേപോലെ ഒരു ചർച്ചയിൽ വന്ന് അവതരിപ്പിക്കാൻ പാടുണ്ടായിരുന്നോ? 6 ലക്ഷം കോടി വിചാരിച്ചിരുന്നതാണ്. ഏതു കണക്ക് കൂട്ടിയിട്ടും KP കണ്ണൻ ഉൾപ്പെടെയുള്ള ഏത് വിശാരദന്മാർ കണക്ക് കൂട്ടിയിട്ടും 4.5 ലക്ഷം കോടി എത്തുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇവർ വാർത്ത എഴുതിയത് 3 പതിറ്റാണ്ടിനിടയിൽ കേരളത്തിന്റെ കടത്തിന്റെ തോത് കുറഞ്ഞിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ വകയില്ലേ? നമുക്കെല്ലാവർക്കും സന്തോഷിക്കാൻ വകയില്ലേ? ഇതിന്റെ കൂടെ ഒരു ഇന്ത്യൻ വർഗീയത നമുക്ക് തടഞ്ഞു വെച്ച പണം കൂടെ കിട്ടുമായിരുന്നാലോ? തിരുവനന്തപുരം കോർപ്പറേഷനിലും കൊല്ലത്തും കോഴിക്കോടും കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ വെച്ചു കൊടുക്കേണ്ട വീടുകളുടെ എണ്ണം കൂട്ടില്ലായിരുന്നോ? 2000 സാമൂഹ്യക്ഷേമ പെൻഷൻ ഇപ്പൊ 3000 ആക്കാൻ കഴിയില്ലായിരുന്നോ? ഈ നിലയിൽ വേണ്ട നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ. പിന്നെ ഒറ്റവാചകം പറഞ്ഞ ഞാനത് ഭാഗം വിടാം. മാലിന്യ സംസ്കരണത്തെ സംബന്ധിച്ച് അല്ലെ, വിളപ്പിൽശാല, ഞാൻ കഥയിലേക്കൊന്നും പോകുന്നില്ല. അങ്ങയുടെ ഓർമ്മയിലില്ലേ തിരുവനന്തപുരത്ത് വിളപ്പിൽശാല, കോഴിക്കോട് ഞെളിയൻപറമ്പ്, കൊച്ചിയിൽ ബ്രഹ്മപുരം, തൃശ്ശൂര് ലാലൂര്, കോട്ടയത്ത് താന്നിക്കൽപ്പടി എല്ലാം കേന്ദ്രീകൃത മാലിന്യ നിർമ്മാർജ്ജന കേന്ദ്രങ്ങളല്ലായിരുന്നോ? ഇപ്പൊ കേരളത്തിൽ അങ്ങനെ ഒന്നുണ്ടോ? ഞെളിയൻപറമ്പ് ഇപ്പോൾ എങ്ങനെയാണ്? തൃശ്ശൂർ ലാലൂരിൽ നിന്ന് IM വിജയന്റെ ഗ്രൗണ്ട് ഉദ്ഘാടനം ചെയ്തത് എങ്ങനെയാണ്? കൊച്ചിയിലെ ബ്രഹ്മപുരത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വകുപ്പ് മന്ത്രി പോയി ക്രിക്കറ്റ് കളിച്ചത് നമ്മൾ കണ്ടില്ലേ? ഇതൊക്കെ എങ്ങനെ മാറി? വെറുതെ അസാധാരണമാവിധം സ്വാഭാവികത എന്നതുപോലെ മാറിയതല്ല. ബോറടിച്ച് അനുദിന സാധാരണമായ ഭരണ മികവോടുകൂടെ കേരളം മാറ്റിയെടുത്തതാണ്. വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണത്തിലേക്ക് കേരളം മാറിയില്ലേ? അതിനൊക്കെ ലഭിച്ച അംഗീകാരമല്ല നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ ആത്മാഭിമാനത്തോടുകൂടെ പറയുന്നു, കേരളത്തിലെ കോൺഗ്രസ് BJP ഉൾപ്പെടെയുള്ള ആളുകൾ വോട്ട് ചെയ്യട്ടെ, നമുക്ക് കാണാം എന്തായിരിക്കുമെന്ന്.